ഹായ് കൂട്ടുകാരെ, നമുക്കൊന്ന് ഇന്ന് ഈസി ആയിട്ടൊരു മുട്ടക്കറി വെക്കാം. അതിനാവശ്യമുള്ളത് ഒരു 3 സവാള, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും, കുറച്ച് മസാലയൊക്കെ, ഗരം മസാല ഒന്ന് ചതച്ചത്, പിന്നെ മല്ലിയില, കറിവേപ്പില, പിന്നെ ഉണക്കമുളക്, പച്ചമുളക്, തക്കാളിക്ക്. അന്നേരം നമുക്ക് ഇത് കുക്കറിലാണ് വെക്കുന്നത്. അന്നേരം ചൂട് കട്ടിയുള്ളൊരു പാത്രം എടുത്ത് വെച്ച് അപ്പം എണ്ണയൊക്കെ ഒഴിക്കുക. അത് എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് ആവശ്യത്തിന് കടുകിട്ട് കൊടുക്കാം. അന്നേരം അതൊന്ന് പൊട്ടി വരട്ടെ. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അതൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഗരം മസാല, ഇഞ്ചി, വെളുത്തുള്ളി, ഇത് പേസ്റ്റ് നന്നായിട്ട് അരച്ചതാണ്, ഏലക്കായ ഇട്ടിട്ടുണ്ട്, ഗരം മസാല, പട്ടയും ഗ്രാമ്പുമൊക്കെ അത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തത്. അന്നേരം നമുക്ക് അതിനാവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നമുക്ക് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്കെല്ലാം സവാള ഇട്ട് കൊടുക്കുക. അത് നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രേവിക്ക് അനുസരിച്ച് നമുക്ക് തക്കാളിക്ക് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് തക്കാളിക്കായും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. അതും നന്നായിട്ടൊന്ന് വഴറ്റാം. ഒരുപാട് എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഈസി ആയിട്ടൊരു 10 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഒരു മുട്ടക്കറി വെക്കാം. പെട്ടെന്ന് ടപ്പേന്നൊരു മുട്ടക്കറി. അപ്പം ഇതൊക്കെ ഒന്ന് വരണ്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ഉപ്പിട്ടായിരുന്നു, അത് സോറി കാണിച്ചില്ല. പിന്നെ ഇത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അത് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. പിന്നെ ഇത് ഒരു ഗരം മസാലയുടെ ഒരു ഇലയാണ് കേട്ടോ, അതും ഇന്ന് ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് കുറച്ച് ചൂടുവെള്ളം കൂടെ, ആവശ്യത്തിന് എത്ര വെള്ളം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് കുറച്ച് ചൂടുവെള്ളം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ മുട്ട നേരത്തെ പുഴുങ്ങിയില്ല. അന്നേരം നമുക്ക് ചെറിയൊരു പാത്രത്തിനകത്താക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് മുട്ട അതിനുള്ളിൽ തന്നെ വെച്ച് കൊടുക്കാം. അന്നേരം 2 വിസിൽ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അന്നേരം മുട്ടയും റെഡിയാകും, കറിയും റെഡിയാകും. ഒരു 2-3 വിസിൽ. അന്നേരം ഞാനൊരു 3 വിസിലടിച്ചിട്ടുണ്ട്. അപ്പം അതാ മുട്ടയും പാകമായിട്ടുണ്ട്. നമ്മുടെ ആ ഒരു തക്കാളിക്കയും അതിൻ്റെ ഒരു ഗ്രേവി ഉണ്ടല്ലോ, അതും റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ മുട്ടയുടെ തോടൊക്കെ കളഞ്ഞ് നമുക്കതിനകത്തിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഈസി ആയിട്ട് വയ്ക്കാൻ പറ്റുന്നതാണ്. ഒരുപാട് ഓയിലുമില്ല, ഈസി. പിന്നെ നമുക്കൊന്ന് കുറച്ച് കടുകും കൂടെ ഒന്ന് താളിക്കാം. ആദ്യം താളിച്ചെന്നാൽ പേരിനൊന്നും കൂടെ താളിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ്. അതിന് കുറച്ച് കടുകും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ബാക്കിയിരുന്ന വറ്റൽമുളക് നല്ല ടേസ്റ്റ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അത് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു കളറിന് വേണ്ടി ഇത്തിരി മുളക് പൊടിയും കൂടെ. ഇനി വെള്ളം വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന്. നമുക്ക് ആ ഒരു മിക്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ പേരിന് ശകലം വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടായത്, ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കും. ഇത് ആഫ്രിക്കൻ മല്ലിയിലയാണ്, മറ്റേ മല്ലിയിലയില്ല. ഇത് ആഫ്രിക്കൻ മല്ലിയില ഇത് വീട്ടിൽ ഇഷ്ടം പോലെ കൊണ്ട്, അന്നേരം നമുക്കിടാമല്ലോ. അപ്പം എന്താ നല്ല ടേസ്റ്റി ആയിട്ട് ഉള്ള മുട്ടക്കറി. കുറച്ച് കറിവേപ്പില ഇടാം. അന്നേരം ഓക്കെ, താങ്ക് യു സോ മച്ച്.